ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന കൊട്ടാരക്കരയുള്ള അടുക്കള ഫാമിലി റെസ്റ്റോറൻറ്റ്. വെരി നൈസ് റെസ്റ്റോറൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മെയിനായിട്ട് അവരുടെ ഹൈജീനാണ് എടുത്ത് പറയേണ്ടത്. നല്ല കിടിലം ഹൈജീനായിട്ടുള്ള സെറ്റപ്പാണ് അവരുടെ മൊത്തത്തിൽ. എവിടെ നോക്കിയാലും വാഷ്റൂം ആയാലും ഏതായാലും ഹൈജീൻ നല്ല രീതിക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ ഫാമിലിക്കും വളരെ ഹാപ്പി ആയിരുന്നു. സ്റ്റാർട്ടിങ് തൊട്ടേ അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട്, ഫുഡ് കഴിക്കാനായിട്ടൊരു ഒരു പോസിറ്റീവ് ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പുള്ളിയാണ് നമുക്ക് ഓർഡർ എടുക്കാൻ വന്നത്. പുള്ളി ഇതാ ഓർഡറൊക്കെ എടുത്തിട്ട് പോയി. സംഭവം ഇത് കണ്ടോ, ഞാൻ തൊട്ട് നോക്കുന്ന കണ്ടോ, നല്ല ചൂടുണ്ട്. കാരണം വേറൊന്നുമല്ല, നല്ല ഡിഷ് വാഷറിൽ വെച്ച് കിടിലമായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഹൈജീൻ്റെ വേറൊരു പാർട്ട് അവരുടെ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അടിച്ച പൊറോട്ടയും അതിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡക്കിൻ്റെ കറി കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം അവരുടെ. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ഈ ഡക്കിൻ്റെ കറിക്ക് ഈ ചില സമയത്ത് ചേറിൻ്റെ ചെവയൊക്കെ വരുമെന്ന്. എനിക്കറിയില്ലായിരുന്നു എങ്ങനെയുണ്ട്. അപ്പോൾ ഞാനത് കഴിച്ചിട്ട് എങ്ങനെയായാലും അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചു. സംഭവം ആദ്യം കറി കൂട്ടി നോക്കി, അതിൻ്റെ സംഭവം നൈസായിരുന്നു. അപ്പോൾ അതിനുശേഷം പീസ് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പീസ് എടുക്കുന്നുണ്ടല്ലേ, ഇനിയിപ്പോൾ പീസ് കഴിച്ചിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടായിട്ട് കുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ എനിക്ക് വളരെയധികം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ഡക്ക് കേട്ടോ. ഞാനിത് ഇത്രയും നാൾ ട്രൈ ചെയ്യാത്ത എന്തെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നല്ലവരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയൊക്കെ വരുന്നൊരു ഉറപ്പായിട്ടും കയറി ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ബ്രദർ ഡക്ക് കൂട്ടിയില്ല. ബ്രദർ മസാല ദോശയാണ് മേടിച്ചത്. പുള്ളി ഫേവറേറ്റാണ് മസാല ദോശ. എനിക്കും ഫേവറേറ്റാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും അറിയാം. പിന്നെ എടുത്തു പറയേണ്ടത്, അവർ പൊറോട്ടയൊക്കെ സർവ് ചെയ്തത് ഇതുപോലെ ഇല വെച്ചിട്ടാണ്. അപ്പോൾ അത് ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി സാധനമാണ്. നമുക്ക് നോർമലി നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. അപ്പോൾ ഇതുവഴിയൊക്കെ വരുന്നൊരു ഉറപ്പായിട്ട് കയറി ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ പറയുക. ബൈ ബൈ, സി യു.